സുലൈമാൻ നബിക്ക് 11 വയസ്സ് പ്രായം. പിതാവ് ദാവൂദ് നബി അലൈഹിസ്സലാമയുടെ സന്നിധിയിൽ ഒരു കർഷകൻ മറ്റൊരാളെയും കൂട്ടി വന്ന് പരാതി പറഞ്ഞു. നബിയെ, ഇയാളുടെ ആടുകൾ രാത്രി എന്റെ മുന്തിരിത്തോട്ടത്തിൽ കടന്നു. മുളച്ച വള്ളികളെല്ലാം തിന്നു തീർത്തു. ഇയാളിൽ നിന്നും എനിക്ക് നഷ്ടപരിഹാരം വാങ്ങിത്തരാൻ വേണ്ടിയാണ് ഞാൻ അങ്ങയുടെ അടുക്കൽ വന്നത്. ആടുകളുടെ ഉടമയോട് ദാവൂദ് അലൈഹിസ്സലാം ചോദിച്ചു, നിങ്ങളുടെ ആടുകൾ ഇയാളുടെ വിള നശിപ്പിച്ചു എന്ന് പറയുന്നത് ശരിയാണോ? അതെ, അയാൾ സമ്മതിച്ചു. അപ്പോൾ ദാവൂദ് അലൈഹിസ്സലാം കൽപ്പിച്ചു, നശിപ്പിച്ച വിളവിന് നഷ്ടപരിഹാരമായി നിങ്ങളുടെ ആടുകളെ മുഴുവൻ ഈ കർഷകന് കൊടുക്കണം. ദാവൂദ് നബി അലൈഹിസ്സലാം ഇത് പറയുമ്പോൾ മകനായ സുലൈമാൻ നബി അടുത്തു തന്നെ ഉണ്ടായിരുന്നു. യുക്തിസാമർഥ്യവും വേദജ്ഞാനവും ചെറുപ്പത്തിലേ നേടിയ സുലൈമാൻ അലൈഹിസ്സലാം ഇത് കേട്ട് പറഞ്ഞു, ആടുകൾ നശിപ്പിച്ച കൃഷിയിടം തൽക്കാലം ആടുകളുടെ ഉടമസ്ഥൻ കൈവശം വെക്കട്ടെ. അയാൾ അത് കൃഷിയോഗ്യമാക്കി മുന്തിരി വള്ളികൾ നട്ടു വളർത്തണം. കർഷകന് അത്രയും കാലം ആടുകളിൽ നിന്ന് കിട്ടുന്ന വരുമാനം എടുക്കാം. മുന്തിരിവള്ളികൾ മുളച്ചു തുടങ്ങിയാൽ തോട്ടം കർഷകനെ തിരിച്ചേൽപ്പിച്ച് ആടുകളെ ഉടമസ്ഥന് തിരികെ വാങ്ങാം. ഇതായിരുന്നു സുലൈമാൻ നബി പറഞ്ഞ വിധി. ഇത് കേട്ട് ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, സുലൈമാൻ, നിന്റെ വിധി ഉഗ്രനാണ്. ഇത്രയും ബുദ്ധിയും നീതിബോധവും നിനക്ക് നൽകിയ അള്ളാഹുവിന് സ്തുതി. തീർച്ചയായും നീ ജ്ഞാനിയായ സുലൈമാൻ തന്നെ. സുലൈമാൻ നബി വളർന്നു വലുതായി. കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന രാജ്യത്തിന്റെ രാജാവായെന്ന് മുമ്പത്തെ കിസ്സയിൽ പറഞ്ഞല്ലോ. അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ അസാധാരണമായ അത്ഭുത സിദ്ധികളെ പറ്റിയും പറഞ്ഞിരുന്നു. പക്ഷികളെയും മൃഗങ്ങളെയും ജിന്നുകളെയും അള്ളാഹു സുലൈമാൻ നബിക്ക് കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു. തന്റെ രാജ്യകാര്യങ്ങളിലും സൈന്യത്തിന്റെ കാര്യത്തിലും നബി കണിശക്കാരനായിരുന്നു. ഒരിക്കൽ സുലൈമാൻ നബി യുദ്ധത്തിനു വേണ്ടി തന്റെ സൈന്യത്തെ ഒരുക്കുകയായിരുന്നു. സുലൈമാൻ നബിയുടെ സൈന്യത്തിലെ ജിന്നുകളും മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. നബി ആദ്യം മനുഷ്യരുടെ സൈന്യത്തെ പരിശോധിച്ച് എല്ലാവരും ഹാജരുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും സൈനിക തലവന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. ശേഷം ജിന്നുകളുടെ അടുത്തേക്ക് ചെന്നു. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉത്തരവുകളും നൽകി. പറഞ്ഞതനുസരിക്കാത്ത ഒരു മടിയനെ പിടിച്ച് തടവിലിടുകയും ചെയ്തു. പിന്നീട് മൃഗങ്ങളുടെ വിശേഷങ്ങൾ അന്വേഷിച്ചു. അവർക്ക് വേണ്ട തീറ്റ ശരിക്ക് ലഭിക്കുന്നില്ലേ? ഉറക്കമൊക്കെ ശരിയാവുന്നില്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും പരാതികളുണ്ടോ എന്നെല്ലാം നബി വിശദമായി തന്നെ അന്വേഷിച്ചു. എല്ലാം കഴിഞ്ഞ ശേഷം നബി പക്ഷികളുടെ അടുത്തേക്ക് തിരിഞ്ഞു. ആദ്യം തന്നെ ഹാജർ നില പരിശോധിച്ചു. ചുറ്റും കണ്ണോടിച്ച നബി ഒരാൾ മാത്രം ഹാജരില്ലെന്ന് മനസ്സിലാക്കി. സുലൈമാൻ നബി ഉച്ചത്തിൽ ചോദിച്ചു, ഹുദ്ഹുദ്, അവനെ കാണുന്നില്ലല്ലോ. ആ മരം കൊത്തി എവിടെ പോയി? സർവ്വസൈന്യാധിപനായ സുലൈമാൻ നബിയോടുള്ള ബഹുമാനം കൊണ്ടും പേടി കാരണവുമായി പക്ഷികളൊന്നും മിണ്ടിയില്ല. എല്ലാവരും ശ്വാസം അടക്കി പിടിച്ചിരുന്നു. സുലൈമാൻ നബി ഒന്നുകൂടി പരിശോധിച്ച് ഹുദ്ഹുദ് അവിടെ ഇല്ലെന്ന് ഉറപ്പുവരുത്തി. ആ മരം കൊത്തി പക്ഷി ഹാജരില്ലെന്ന് എല്ലാവരുടെയും കണ്ണുകളിൽ നിന്നും നബി വായിച്ചെടുത്തു. അവൻ കടന്നു കളഞ്ഞോ? അദ്ദേഹത്തിന് ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു. നബിയുടെ കോപം എല്ലാവരെയും ബാധിക്കുമെന്ന് പേടിച്ച് ഒരു കൊച്ചു കുരുവി ധൈര്യം കാണിച്ച് സുലൈമാൻ നബിയോട് സംസാരിക്കാൻ മുന്നോട്ട് വന്നു. ബഹുമാന്യനായ നബിയെ, ഇന്നലെ ഞാനും ഹുദ്ഹുദും കൂടി ചെയ്യേണ്ട ഒരു ജോലി ഉണ്ടായിരുന്നു. അവനായിരുന്നു തലവൻ. എന്തുകൊണ്ടോ അവൻ അതിന് വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്കും ആ കാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല. കുരുവി പേടി കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആരോടും പറയാതെ, ആരുടെയും അനുവാദമില്ലാതെ, എങ്ങോട്ടെന്നറിയിക്കാതെ ഹുദ്ഹുദ് കൊട്ടാരത്തിന് പുറത്തേക്ക് പോയിരിക്കുന്നുവെന്ന് സുലൈമാൻ നബിക്ക് മനസ്സിലായി. ദേഷ്യത്തോടെ നബി പറഞ്ഞു, അവനെ നാം കഠിനമായി ശിക്ഷിക്കും. അല്ലെങ്കിൽ അവൻ മതിയായ കാരണം ബോധിപ്പിക്കട്ടെ. സുലൈമാൻ നബി കോപിച്ചിരിക്കുകയാണെന്ന് പക്ഷികൾക്കെല്ലാം മനസ്സിലായി. ഹുദ്ഹുദിനെ ശിക്ഷിക്കാൻ നബി തീരുമാനിച്ചിരിക്കുന്നു. ചിലപ്പോ വധശിക്ഷ തന്നെ കൊടുക്കും. ഹാജരാവാത്തത് ന്യായമായ കാരണമില്ലാതെയാണെങ്കിൽ ഹുദ്ഹുദിന് ശിക്ഷ ഉറപ്പാണ്. ഇനി വല്ല ഒഴികഴിവുമുണ്ടെങ്കിൽ തന്നെ അത്രയും പ്രധാനപ്പെട്ടതായിരിക്കണം. ഹുദ്ഹുദിന് അങ്ങനെ ഒരു കാരണം ബോധിപ്പിക്കാൻ കഴിയുമോ? എല്ലാവരും ആകാംക്ഷയോടെ കാത്തുനിന്നു. സുലൈമാൻ നബിയുടെ ഗൗരവത്തെക്കുറിച്ച് സൈന്യത്തിന് നന്നായി അറിയാം. അദ്ദേഹം ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് നടപ്പാക്കുക തന്നെ ചെയ്യും. നബിയുടെ കോപം കണ്ട് കൊച്ചുകുരുവി പേടിച്ച് വിറയ്ക്കുകയാണ്. അദ്ദേഹം ആ പക്ഷിയുടെ നേരെ കൈനീട്ടി. അല്പം ഭയത്തോടെ അത് സുലൈമാൻ നബിയുടെ കയ്യിലേക്ക് കയറിയിരുന്നു. സുലൈമാൻ നബി കുരുവിയെ പതുക്കെ തലോടി. അതോടെ അതിന്റെ പേടിയെല്ലാം മാറി. കുരുവി മനസ്സിൽ ഉരുവിട്ടു, ഹുദ്ഹുദ്, നീ എവിടെയാണ്? സുലൈമാൻ നിന്നെ തിരയുകയാണ്. പക്ഷികളുടെ കൂടാരത്തിൽ നിന്ന് സുലൈമാൻ നബി പുറത്തേക്കിറങ്ങി തന്റെ കൊട്ടാരത്തിലേക്ക് നടക്കുകയാണ്. അദ്ദേഹം ഹുദ്ഹുദിനെ പറ്റിയാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. അവൻ സാധാരണ മരംകൊത്തിയല്ല, തന്റെ രഹസ്യദൂതന്മാരിൽ ഒരാളാണ്. ഇനി വല്ല വിലപ്പെട്ട വിവരവും അന്വേഷിക്കാൻ പോയതാവുമോ? കാരണം അവൻ അതീവ ബുദ്ധിമാനും സമർത്ഥനുമാണ്. ഇനി അവൻ ഒളിച്ചു കളിക്കുകയാണോ? അവന് കളി കുറച്ചു കൂടുതലാണ്. ജോലി ചെയ്യേണ്ട സമയത്ത് കളിച്ചതിനെ തുടർന്ന് നബി തന്നെ അവന് 1-2 തവണ താക്കീത് നൽകിയിട്ടുണ്ട്. എങ്കിലും അവസാന നിമിഷം അവൻ ഏറ്റ ജോലികൾ ചെയ്തു തീർക്കാറുണ്ട്. ആ സമയത്ത് നബി അവനെ ഒന്ന് തുറിച്ചു നോക്കും. അതിൽ നിന്ന് അവനെല്ലാം മനസ്സിലാവാറുണ്ട്. എല്ലാവരും ആകാംക്ഷയിലായിരിക്കെ അല്പനേരം കഴിഞ്ഞ് അതാ
ഹുദ്ഹുദ് പക്ഷികളുടെ കൂടാരത്തിൽ തിരിച്ചെത്തി. അവനെ കണ്ടതും മറ്റു പക്ഷികളെല്ലാം ചുറ്റും കൂടി കലപില ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. നീ എവിടെയായിരുന്നു ഹുദ്ഹുദേ? എവിടെ പോയിരുന്നു? നീ എന്താ കളിക്കുകയാണോ? പക്ഷികൾ അവനോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. ഹുദ്ഹുദ് ഉച്ചത്തിൽ പറഞ്ഞു, ഹേ, മിണ്ടാതിരി. എന്താണ് സംഭവിച്ചതെന്ന് ഒരാൾ പറയൂ. എന്തിനാണ് നിങ്ങൾ ബഹളമുണ്ടാക്കുന്നത്? കുരുവി പറഞ്ഞു, ഹുദ്ഹുദേ, നിന്റെ കാര്യം കഷ്ടമാണ്. സൈന്യത്തെ സജ്ജമാക്കാൻ സുലൈമാൻ നബി ഇങ്ങോട്ട് വന്നിരുന്നു. എല്ലാവരെയും അദ്ദേഹം പരിശോധിച്ചു. നീ ഇവിടെ ഇല്ല എന്നത് അദ്ദേഹത്തിന് ബോധ്യമായിട്ടുണ്ട്. അനുവാദം കൂടാതെ പുറത്തുപോയതിന് നിന്നെ ശിക്ഷിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഹുദ്ഹുദിന് ആകെ പേടിയായി. റബ്ബേ, ഞാൻ തമാശ കളിക്കുകയാണെന്നാണോ നബി വിചാരിച്ചിരിക്കുന്നത്? തീർച്ചയായും ഞാനൊരു പ്രധാനപ്പെട്ട ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. പക്ഷികളെല്ലാം അവനെ ഉപദേശിച്ചു. ഇനി ഇവിടെ നിന്ന് സമയം കളയണ്ട. പെട്ടെന്ന് നബിയുടെ അടുത്തേക്ക് ചെല്ല്. മറ്റാരെങ്കിലും പറഞ്ഞറിയും മുമ്പ് നീ നേരിട്ട് ചെല്ലുന്നതാണ് നല്ലത്. ഹുദ്ഹുദ് പെട്ടെന്ന് തന്നെ സുലൈമാൻ നബിയുടെ അടുത്തേക്ക് പറന്നു. അദ്ദേഹം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നബിയിൽ നിന്ന് അടുത്തുമല്ല അകലെയുമല്ല എന്ന മട്ടിൽ ഹുദ്ഹുദ് നിന്നു. എവിടെയായിരുന്നു എന്ന് നബി ചോദിക്കുന്നതിന് മുന്നേ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഹുദ്ഹുദ് തീരുമാനിച്ചിരുന്നു. പ്രഭോ, അങ്ങ് അറിയാത്ത ചിലതെല്ലാം ഞാൻ അറിഞ്ഞിരിക്കുന്നു. സബഇനെ കുറിച്ച് ഉറപ്പായ ചില വാർത്തകളും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹുദ്ഹുദിന്റെ വാക്കുകൾ കേട്ട് നബി അത്ഭുതപ്പെട്ടു. നിസ്സാരനായ ഈ മരംകൊത്തി സബഇ രാജ്യത്തെക്കുറിച്ച് വിലപ്പെട്ട വിവരങ്ങളുമായി വന്നിരിക്കുകയാണെന്ന്. സുലൈമാൻ നബി നിശബ്ദനായി. അവനെ പറയാൻ അനുവദിച്ചു. മരംകൊത്തി പറഞ്ഞു, ഞാൻ അവിടുത്തെ രാജ്ഞിയെ കണ്ടു. അവർക്ക് ഗംഭീരമായ സിംഹാസനവും അനുഗ്രഹീതമായ ഒരു രാജ്യവുമുണ്ട്. അവരും പ്രജകളും ഏകദൈവമായ അള്ളാഹുവിന് പകരം സൂര്യനെ ആരാധിക്കുന്നത് ഞാൻ കണ്ടു. പിശാച് അവരെ ശരിയായ പാതയിൽ നിന്ന് വഴി പിഴപ്പിച്ചിരിക്കുന്നു. അവർക്ക് സന്മാർഗം കാണിക്കൽ നമ്മുടെ ഉത്തരവാദിത്തമല്ലേ? ഹുദ്ഹുദ് അല്പനേരത്തേക്ക് നിശബ്ദനായി. അവൻ സുന്ദരമായ വാക്കുകൾക്ക് വേണ്ടി പരതുകയാണെന്ന് നബിക്ക് മനസ്സിലായി. നബി ഇടപെട്ടില്ല. മരം കുത്തി തുടർന്നു. ആകാശത്തും ഭൂമിയിലും പുതഞ്ഞു കിടക്കുന്നവയെ പുറത്തു കൊണ്ടുവരുന്നവനും രഹസ്യവും പരസ്യവും അറിയുന്നവനുമായ അള്ളാഹുവിനെ എന്തുകൊണ്ടവർ വണങ്ങുന്നില്ല? അവനല്ലാതെ വേറെ ഒരു ആരാധ്യനുണ്ടോ? മഹാസിംഹാസനത്തിന്റെ ഉടമ അവനല്ലയോ? യജമാനന്റെ ദയയും ദാക്ഷിണ്യവും കിട്ടാൻ വേണ്ടി ഹുദ്ഹുദ് പ്രവാചകനായ സുലൈമാൻ നബിയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത്. ഈ സാമർഥ്യം മനസ്സിലാക്കിയ നബി പുഞ്ചിരിച്ചുകൊണ്ട് ഹുദ്ഹുദിനെ ഒന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, നീ പറയുന്നത് നുണയാണോ നേരാണോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. നബിയെ, ഞാൻ നുണ പറയുകയില്ല എന്ന് പറയാൻ തോന്നിയെങ്കിലും നബിയുടെ ഭാവം പെട്ടെന്ന് മാറുന്നത് കണ്ടപ്പോ അത് വേണ്ടെന്ന് വെച്ചു. നബി എന്തോ ആലോചിക്കുകയാണ്. അവസാനം ഒരു തീരുമാനത്തിലെത്തിയപ്പോ പതുക്കെ തല ഉയർത്തി പേനയും കടലാസും കൊണ്ടുവരാൻ ഭടനോട് കൽപ്പിച്ചു. ഭടൻ കൊണ്ടുവന്ന കടലാസിൽ നബി എന്തോ ഒരു സന്ദേശം കുത്തിക്കുറിച്ചു. അത് ഹുദ്ഹുദിന്റെ നേർക്ക് നീട്ടി നബി പറഞ്ഞു, ഈ കത്ത് സബയിലെ റാണിയുടെ കൊട്ടാരത്തിൽ കൊണ്ടുപോവുക. റാണി അറിയാതെ അവരുടെ മുമ്പിലിടുക. എന്നിട്ട് പതുക്കെ അവിടെ നിന്ന് മാറുക. മടങ്ങി വന്ന് എന്താണ് അവരുടെ പ്രതികരണമെന്ന് എനിക്ക് പറഞ്ഞു തരണം, വേഗം. സുലൈമാൻ നബി അലൈഹിസ്സലാം ഹുദ്ഹുദ് വരുന്നത് വരെ വാർത്തയ്ക്കായി കാത്തിരുന്നു. രസകരമായ ഈ കഥയുടെ ബാക്കി ഭാഗം പിന്നീട്.